കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്നും ചരക്കുമായി കേരളത്തിലേക്ക് വന്ന ലോറിയാണ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ്സിൽ ഇടിച്ചത്. വാഹനം 30 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. വാഹനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും പരിക്കുപറ്റി. ഒരാൾ മരിച്ചു. സേലം സ്വദേശി 56 വയസ്സുള്ള ധനപാലനാണ് മരിച്ചത്. സേലം സ്വദേശികളായ 47 വയസ്സുള്ള സെന്തിൽകുമാർ, 13 വയസ്സുള്ള ദിലീപ് കുമാർ, 64 വയസ്സുള്ള അണ്ണാദുരൈ, 18 വയസ്സുള്ള കുമാർ, 44 വയസ്സുള്ള കാളിയപ്പൻ, 34 വയസ്സുള്ള കുമരേശൻ എന്നിവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. ചരക്ക് ലോറി അമിത വേഗതയിലായിരുന്നുവെന്ന് മിനി ബസിന്റെ ഡ്രൈവർ പറഞ്ഞു. நான் ஸ்லோ பண்ணி நிறுத்திட்டேன், வரதை பார்த்துட்டு லெஃப்ட் வார நிறுத்தின உடனே பயங்கர பாஸ்ட் வந்து அடிச்சதுல வண்டி கீழே 30 அடி கீழே வந்துட்டேன். ஸ்ட்ரைட் நேரம் வந்து அடிச்சாடி டாரஸ் லைடு நிறுத்திட்டேன். நிறுத்தின உடனே வந்து அடிச்சா வண்டி மரண சாத்து வண்டி கீழே போயிடுச்சு. அவரு வந்து நேரா வந்தாரு, ஒரு லாரி வந்துட்டு இருந்துச்சு, சைடு போட்டாரு, சைடு போயிட்டு நேரா வந்து அடிச்சிட்டாரு. நேரா நான் வந்து லெஃப்ட். வண்டிக்கு அந்த சாமி அவர் யாருன்னா தனபால். அவர் வந்து வந்து ലെഫ്റ്റ് സൈഡ് வந்து ഉட்கார்ந்துட்டு இருந்தாரு. ஆமா. പുലർച്ചെ 4:15 കൂടിയാണ് അപകടം ഉണ്ടായത്. ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്ന സേലം സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസ് ലോറിയുടെ അമിതവേഗം കണ്ട് സൈഡിൽ ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു. അതിലേക്കാണ് ലോറി വന്ന് പാഞ്ഞു കയറിയത്. കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് ആംബുലൻസിൻ്റെയോ ഫയർഫോഴ്സിൻ്റെയോ സംവിധാനങ്ങൾ ഇല്ലാത്തത് രോഗികളെ സമയബന്ധിതമായി ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. തെന്മല പോലീസും നാട്ടുകാരും ചേർന്നാണ് രോഗികളെ ആശുപത്രിയിൽ എത്തിച്ചത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നാട്ടുകാരും പൊതുപ്രവർത്തകരും വളരെയധികം ക്രമീകരണങ്ങളാണ് ഒരുക്കിയത്. ആര്യങ്കാവ് വാഹനാപകടത്തിൽ ശബരിമല തീർത്ഥാടകർ മരണപ്പെട്ട സംഭവത്തിൽ ഇൻഷുറൻസ് തുകയായ 5 ലക്ഷം രൂപ അടിയന്തരമായി കൈമാറാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് മെമ്പറായ ജി സുന്ദരേശൻ അപകടത്തിൽപ്പെട്ടവരെ പുനലൂർ താലൂക്ക് ആശുപത്രി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ബോർഡുമായി ബന്ധപ്പെട്ട് എടുത്ത ചില തീരുമാനങ്ങൾ നേരത്തെ എടുത്തതാണ്. ഈ വർഷം നമ്മൾ അത് ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ആക്സിഡൻറ്റിൽ മരിക്കുന്ന ഭക്തന്മാർക്ക് 5 ലക്ഷം രൂപയും ആ ബോഡി വീടുകളിൽ സ്വന്തം നാട്ടിലെത്തിക്കാനുള്ള ചിലവുൾപ്പെടെ വഹിക്കുമെന്നാണ് നമ്മൾ പൊതുവിൽ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ആ അപകടം പറ്റിയവർക്ക് ആ അപകടത്തിൻ്റെ ഒരു ഗ്രാവിറ്റി അനുസരിച്ച്, അങ്ങനെയല്ലേ, അപകടത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് ഡോക്ടർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ 50,000 രൂപയാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിക്കുന്നതെങ്കിലും ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ അവസ്ഥ അനുസരിച്ചുള്ള സഹായം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ഇൻഷുറൻസ് കമ്പനിയുമായി നമ്മൾ അതിൻ്റെ എല്ലാ കരാറുകളും ഏർപ്പാടാക്കി കഴിഞ്ഞു. ഒരുപക്ഷെ കമ്പനിക്കാർ അല്പം താമസിച്ചാലും ആ എമൗണ്ട് നമ്മൾ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് നമ്മൾ ശക്തമായി സ്വീകരിക്കും. കൂടാതെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട മുഴുവൻ ചെലവും സർക്കാർ വഹിക്കുമെന്നും അപകടത്തിൽ പരിക്ക് പറ്റിയവർക്ക് ധനസഹായം നൽകുന്നത് ഉൾപ്പെടെയുള്ളവ പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.